ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. രണ്ട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് മോണിറ്റൈസേഷൻ ആയവർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വൻ നഷ്ടമായിരിക്കും കേട്ടോ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഞാൻ മോണിറ്റൈസേഷൻ ആയവർക്കാണ് ഈ വീഡിയോ ഗുണം ചെയ്യുക എന്ന് പറഞ്ഞില്ലേ. അത് കണ്ടിട്ട് മോണിറ്റൈസേഷൻ ആകാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട. മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാനുള്ള ഒരുപാട് ടിപ്സും ട്രിക്സും അടങ്ങിയ വീഡിയോകൾ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. എന്തായാലും തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ പറ്റിയാൽ അതും കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഈ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രണ്ട് പ്രധാന അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പഴയത് തന്നെയാണ്. അതിനെ കുറച്ചുകൂടെ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ആക്കി തന്നു യൂട്യൂബ് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പൊ യൂട്യൂബ് അഫിലിയേറ്റഡ് പ്രോഗ്രാം ആണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ മുമ്പൊക്കെ 10,000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ മോണിറ്റൈസ്ഡ് ആയിരിക്കുകയും വേണം യൂട്യൂബ് അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ. യൂട്യൂബ് അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തുടക്കക്കാർക്ക് അറിയണമെന്നില്ല. പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കണ്ടിട്ടില്ലേ, വീഡിയോസിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും അതിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർസെന്റേജ് കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അപ്പോ അത് ചെയ്യാൻ പറ്റുക എന്നത് നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സും ഫുൾ മോണിറ്റൈസേഷനും ആയെങ്കിൽ മാത്രമായിരുന്നു. എന്താ പറയാ, 2026 വരെ. 2026 ശേഷം അതിന് മുമ്പ് തന്നെ വന്നു എന്ന് തോന്നുന്നു കേട്ടോ. യൂട്യൂബ് സൈലന്റ് ആയിട്ട് തന്നതായിരുന്നു. എനിക്കൊക്കെ 10,000 സബ്സ്ക്രൈബേഴ്സ് ആകാത്ത മുന്നേ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് പെട്ടെന്നാണല്ലോ, ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ കേട്ടോ. പിന്നീട് ഞാൻ 5,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെയും 6,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെയും ഒക്കെ ചാനൽ ചെക്ക് ചെയ്യുമ്പോഴും അവർക്കും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഫുൾ മോണിറ്റൈസേഷൻ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പൊ 2026 എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ മതി പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ. ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അത് നല്ലൊരു അപ്ഡേറ്റും കാര്യങ്ങളാണ്. അപ്പോ ഇതുവരെയും അറിയാത്തവരും അതുപോലെ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിക്കാൻ ശ്രമിക്കുക വേഗത്തിൽ തന്നെ. മോണിറ്റൈസേഷൻ ആയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ചാനലിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാതെ ആയിരിക്കാം, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് നമ്മളിങ്ങനെ എപ്പോഴും വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തവരും ഉണ്ടാവും. അപ്പൊ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. മോണിറ്റൈസേഷൻ ആയവര്, ഹാഫ് മോണിറ്റൈസേഷൻ ആയവര് കേട്ടോ. അപ്പൊ അതിന് ഹാഫ് മോണിറ്റൈസേഷൻ ആയെങ്കിലും ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്നൊന്നുമില്ല. ഹാഫ് മോണിറ്റൈസേഷൻ ആയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഹാഫ് മോണിക്കുള്ള ക്രൈറ്റീരിയ ഒക്കെ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു. ഹാഫ് മോണിക്ക് വീഡിയോന്റെ കാര്യത്തിലാവുമ്പോൾ 3000 എന്താ പറയാ വാച്ച് ടൈമും അതേപോലെ തന്നെ 500 സബ്സ്ക്രൈബേഴ്സും വേണം. അതേപോലെ ഷോർട്സിന്റെ കാര്യത്തിലാവുമ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് രണ്ടിനും സെയിം ആണ്. പക്ഷെ ലോങ്ങിന്റെ കാര്യത്തിൽ ഞാൻ ഹാഫ് മോണിക്ക് പറഞ്ഞത് 1 ഇയറിൽ തന്നെയാണ്. അതേപോലെ ഷോർട്സിൽ വരുമ്പോൾ 30 ലക്ഷം വ്യൂസ് ആണ് കേട്ടോ. വ്യൂസും 500 സബ്സ്ക്രൈബേഴ്സും 90 ദിവസത്തിൽ വേണം. അതേപോലെ ലോങ്ങിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ ഫുൾ മോണിക്ക് 4,000 വാച്ച് ടൈമും 1,000 സബ്സ്ക്രൈബേഴ്സും വേണം. ഷോർട്സിന്റെ കാര്യത്തിലാവുമ്പോൾ 1,000 സബ്സ്ക്രൈബേഴ്സും 100 ലക്ഷം അല്ലെങ്കിൽ 1 crore വ്യൂസും വേണം 90 ദിവസത്തിൽ. ഷോർട്സിൽ 90 ദിവസത്തിലാണ്. ലോങ്ങിൽ എന്ന് പറയുമ്പോൾ 1 ഇയറിലാണ് കേട്ടോ. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പാലക്കാട് നല്ല ചൂടാണ് കേട്ടോ. വീർത്ത് കുളിച്ച് നിൽക്കുകയാണ്. ഫാനൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ, എക്കോ വരുന്നത് കാരണം. അതുകൊണ്ട് എന്തായാലും വീർത്തിട്ടാണെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യാണ്. ഇപ്പൊ മറ്റു ജില്ലകളിലും ഇതുപോലെ തന്നെയൊക്കെ ആയിരിക്കില്ലേ ചൂട്. അപ്പൊ ഹാഫ് മോണി ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഇപ്പൊ ഞാനിപ്പോ ഇട്ട ഡ്രസ്സാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തു എന്നിരിക്കട്ടെ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡ്രസ്സ് തന്നെ എടുക്കണമെന്നില്ല. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മിന്ത്രയിലാണെങ്കിലും ഏതിലാണെങ്കിലും പോയിട്ട് ആ നമ്മള് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തില്ല അതിലൂടെ പോയിട്ട് വേറെ എന്തെങ്കിലും നമ്മൾ എടുത്താൽ നമ്മൾക്കൊരു കമ്മീഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്റെ വീഡിയോയിലൂടെ ഒരു പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ 1000 അല്ലെങ്കിൽ 2000 ആയിരിക്കും. ഉദാഹരണത്തിന് 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തു എന്നിരിക്കട്ടെ. അതിന് 10% ആണ് കമ്മീഷൻ എങ്കിൽ എത്ര രൂപ കിട്ടും?
അതിന് 1000 രൂപയുടെ 10% എത്രയാണോ അത്ര കിട്ടൂലേ. 100 രൂപയാണെങ്കിൽ 100, 200 ആണെങ്കിൽ 2000 ആണെങ്കിൽ 200, അങ്ങനെ എത്രയാണോ പെർസെന്റേജ് അതിനനുസരിച്ച് നമ്മൾക്ക് യൂട്യൂബ് കമ്മീഷൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഹാഫ് മോണിറ്റൈസേഷനെങ്കിലും ആക്കിയെടുക്കാൻ നോക്കുക. ഫുൾ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്, നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. അപ്പൊ ഞാൻ ഇന്നാണ് അത് ചെയ്തത്. അപ്പൊ അതെന്താണെന്ന് വെച്ചാല് ബോണസ് ആണ് കേട്ടോ. യൂട്യൂബ് ഫുൾ മോണിറ്റൈസേഷൻ ആയവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോ 3 മാസത്തേക്കാണ് കേട്ടോ യൂട്യൂബ് നമ്മൾക്ക് ബോണസ് തരുന്നത്. എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മെയില് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും കേട്ടോ. നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നത് കണ്ടില്ല, നമുക്ക് YT സ്റ്റുഡിയോയിൽ കണ്ടില്ല, മെയിലായിരുന്നു കേട്ടോ കിടക്കുന്നത് കണ്ടത്. അപ്പോ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകണം എന്നില്ല, ചിലർക്ക് ലഭിക്കാം, ചിലർക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല. അപ്പോ ലഭിച്ചവർക്ക് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം മെയ് 1 മുതൽ നമ്മൾക്ക് ഓരോ മാസവും മെയ്, ജൂൺ, ജൂലൈ വരെ $200 വെച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾക്ക് ബോണസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മെയ് 1 വരെയുള്ള വാച്ച് ടൈമിൽ നിന്നും 10% വാച്ച് ടൈമെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് കൂടിയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ബോണസ് ലഭിക്കത്തുള്ളൂ. എനിക്ക് 30% ആണ് കാണിച്ചിരിക്കുന്നത് എന്റെ ഇതില്. അപ്പോൾ ചിലർക്ക് 70% കാണിച്ചിട്ടുണ്ട് കേട്ടോ ഷോർട്സിന്റെ കാര്യത്തിൽ. എനിക്ക് ലോങ് വീഡിയോന്റെ കാര്യത്തിലാണ്. അപ്പോൾ ബോണസ് കിട്ടണമെങ്കിൽ സൈനപ്പ് ചെയ്ത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫോം ഫില്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ മെയിൽ ഐഡിയും ചാനൽ ഐഡിയാണ് കൊടുക്കാനുള്ളത്. എന്നിട്ട് അവസാനം സബ്മിറ്റ് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചിലർക്ക് ചാനൽ ഐഡി എവിടെ നിന്ന് കിട്ടും എന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെയാണ് ചാനൽ ഐഡി എടുക്കുന്നതെന്നും ഫോം ഫില്ല് ചെയ്യുന്നതെന്നും സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. കൂടാതെ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതും കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് ഈ 2 കാര്യങ്ങളും നോക്കാം. ഓക്കെ, അപ്പോൾ ജിമെയിൽ ഓപ്പൺ ചെയ്ത ശേഷം ബോണസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. $600 വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. സൈനപ്പ് നൗ എന്നും കാണും കേട്ടോ. അപ്പൊ നമ്മൾ ഉടനെ സൈനപ്പ് ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 30 ആണ് കേട്ടോ. എല്ലാവർക്കും ലഭിക്കത്തില്ല, കുറച്ച് പേർക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. നോണി ആയവർക്ക് ഇത് കിട്ടത്തുള്ളൂ. മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1 മാസം ഒരു ലോങ് വീഡിയോ എങ്കിലും ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിൽ ഒരെണ്ണമെങ്കിലും ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൈനപ്പ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ സൈനപ്പ് നൗവിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൽ കൊടുക്കാൻ കാണിക്കുന്നുണ്ട്, ഇമെയിൽ. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. ചിലപ്പോൾ ഓൾറെഡി അത് വരും. പിന്നെ ചാനൽ ID ആണ് കേട്ടോ. ചാനൽ ID ചിലർക്ക് കറക്റ്റായിട്ട് വരും, ചിലർക്ക് വരത്തില്ല. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ചാനൽ ID കാണാൻ പറ്റും. അത് കോപ്പി ചെയ്ത ശേഷം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സെൻഡ് മീ എ കോപ്പി ഓഫ് മൈ റെസ്പോൺസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ സബ്മിറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അവസാനം സൈൻ അപ്പ് ഫോർ എ ചാൻസ് ടു ഏൺ എ ബോണസ് എന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ ബോണസ് ലഭിക്കാനുള്ള ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മുമ്പിട്ടൊരു ഷോർട്സിൻ്റെ സൈഡിലെ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, ഡിസ്ക്രിപ്ഷനൊക്കെ. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ടാഗ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ കാണിച്ചു തരുവാണ് കേട്ടോ. മുമ്പ് തന്നെ ഞാൻ 10 പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്സിൽ കാണുന്നത് തന്നെ ആയിരിക്കും കേട്ടോ പ്രൊഡക്റ്റ്. അപ്പോൾ എൻ്റെ ഇതിൽ കാണിക്കുന്നത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പും അതേപോലെ തന്നെ സ്റ്റീൽ പോട്ട്സും ആണ്. അപ്പോൾ ഞാൻ അതാണ് 10 എണ്ണം മുമ്പ് ടാഗ് ചെയ്ത് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ടാഗ് ചെയ്തത് ഞാൻ സേവ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ടാഗ് ചെയ്തത് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വെക്കാൻ പറ്റും കേട്ടോ. ലോങ് വീഡിയോയ്ക്കും ഇതേപോലെ തന്നെയാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് ടാഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി 5 പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ശേഷം വീഡിയോ എഡിറ്റ് ചെയ്ത് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിലാണ്. എന്നിട്ട് സെലക്ട് ചെയ്ത ശേഷം സേവ് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് ടാഗായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ചെറുതാണെങ്കിലും ഇൻഫർമേഷൻ വലുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.